ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ തുടർക്കഥയായ ബുർക്കിന ഫാസോയിൽ വിശുദ്ധവാരത്തിലും ദേവാലയത്തിൽ പോകാനാവുമോ എന്നറിയാതെ വിശ്വാസികൾ. ഫെബ്രുവരി 25-ന് ദേവാലയത്തിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ശേഷം ഭൂരിപക്ഷം വിശ്വാസികളും ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ പോകാൻ മടിക്കുകയാണെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. 15 പേർ കൊല്ലപ്പെട്ട ദേവാലയ ആക്രമണമാണ് പ്രദേശത്ത് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച പ്രാർത്ഥനയുടെ സമയത്ത് ദേവാലയത്തിൽ കയറിയ അക്രമി സംഘം കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷയെ കരുതി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയക്കുകയാണെന്നും ഇത് പ്രദേശത്തെ അജപാലന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്നും ഡോറി രൂപത വികാരി ജനറൽ ഫാദർ ജീൻ പിയറി പറഞ്ഞു. 2015 മുതൽ തുടരുന്ന ഭരണകൂടവും ഇസ്ലാമിക വിമതരും തമ്മിലുള്ള ആഭ്യന്തര കലാപം ഏറ്റവുമധികം ബാധിച്ചിരിക്കുന്നത് ക്രൈസ്തവരെയാണ്. രാജ്യത്ത് 25% ക്രിസ്ത്യാനികൾ ഉള്ളത്. ദേവാലയങ്ങളിൽ പോവുകയോ പ്രാർത്ഥന നടത്തുകയോ ചെയ്യരുത് എന്നാണ് ഭീകരരുടെ ആവശ്യം. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ 30-ലധികം ഇടവകകൾ അടച്ചുപൂട്ടിയതായി രൂപതാ വൃത്തങ്ങൾ അറിയിച്ചു. വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ കുടിയിറക്കപ്പെടുകയോ പലായനം ചെയ്യാനോ നിർബന്ധിതരായിത്തീരുന്നു. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 20-ാം സ്ഥാനമാണ് ബുർക്കിന ഫാസോയ്ക്കുള്ളത്. വലിയ ആഴ്ചകളിൽ ദേവാലയത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹം. സംഘർഷഭരിതമായ മണിപ്പൂരിൽ ട്രൈബൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഓഫീസ് തകർക്കുകയും വക്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. മാർച്ച് 17-ന് രാത്രിയാണ് ചുരാചന്ദ്പൂർ ജില്ലയിലെ ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറത്തിന്റെ ഓഫീസ് ആക്രമിക്കുകയും കമ്പ്യൂട്ടറുകളും രേഖകളും നശിപ്പിക്കുകയും ചെയ്തതെന്ന് ട്രൈബൽ ക്രിസ്ത്യൻ ഫോറം പറഞ്ഞു. അന്ന് തന്നെ നടന്ന മറ്റൊരു സംഭവത്തിൽ ഫോറത്തിന്റെ വക്താവ് പൂജിൻസ ബുവാൽസോങ്ങിന്റെ വീട് ആക്രമിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. മണിപ്പൂരിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ പ്രദേശത്തെ ഗോത്രവർഗ ക്രിസ്ത്യാനികളുടെ ശക്തി കേന്ദ്രമായ ഈ ജില്ല സംഘർഷഭരിതമാണ്. ഹിന്ദു ഭൂരിപക്ഷം വേദികളും തദ്ദേശീയരായ കുക്കി ക്രിസ്ത്യാനികളും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ സംഭവം. ഇതിനോടകം 350-ലധികം ദേവാലയങ്ങളും മറ്റ് ക്രൈസ്തവ സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം രാഷ്ട്രീയ എതിരാളികളും മനുഷ്യാവകാശ സംഘടനകളും ശക്തമായി വിമർശിച്ചിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തുടർച്ചയായ ഷെല്ലാക്രമണങ്ങളും സമ്പർക്ക മാധ്യമങ്ങളുടെ തകരാറുകളും ഭക്ഷണക്ഷാമവും ഗാസയിലെ ജനജീവിതം ദുരിതപൂർണമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് വ്യക്തമാക്കി പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ടു ദ ചർച്ച് ഇൻ നീഡ്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ദുരിതപൂർണമായ ദിനങ്ങളിലൂടെയാണ് ഗാസയിലെ ക്രൈസ്തവർ കടന്നുപോകുന്നതെന്ന് ഹോളി റോസറി സന്യാസിനി സഭാംഗമായ സിസ്റ്റർ നാബില സലേയ ഉദ്ധരിച്ചുകൊണ്ട് ACN പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിലെ അൽസേട്ടന് സമീപമുള്ള ഹോളി ഫാമിലി ഇടവകയിൽ നിലവിൽ 128 കുടുംബങ്ങളാണ് അഭയം തേടിയിരിക്കുന്നത്. ഇതിൽ 512 ക്രിസ്ത്യാനികളുമുണ്ട്. കുട്ടികളും വൈകല്യമുള്ളവരും പ്രായമായവരും ഇക്കൂട്ടത്തിലുണ്ട്. ആഴ്ചയിൽ 2 നേരം മാത്രമാണ് ഇവർക്ക് ഭക്ഷണം ലഭിക്കുന്നത്. കൂടാതെ 2 ദിവസം കൂടുമ്പോൾ ഒരാൾക്ക് ഒരു റൊട്ടിയും ലഭിക്കും. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റാണ് ഇത് ലഭ്യമാക്കുന്നതെന്നും പുറത്തുള്ളവർക്ക് പലർക്കും ഇതുപോലെ ലഭിക്കാത്ത സാഹചര്യമാണെന്നും സിസ്റ്റർ പറഞ്ഞു. ഈ പ്രതിസന്ധികളുടെ നടുവിലും എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്നുണ്ടെന്നും ക്രൂശിതനായ ഈശോയോട് ഏറ്റവും ചേർന്നുള്ള ഈസ്റ്റർ ആചരണത്തിന് തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും സിസ്റ്റർ നാബില വ്യക്തമാക്കി. ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് പ്രേക്ഷകരെ ആകർഷിച്ച ദി ചോസൻ ടെലിവിഷൻ പരമ്പര ജയിലുകളിൽ തടവുപുള്ളികളുടെ മാനസാന്തരത്തിന് വഴിയൊരുക്കുന്നതായി റിപ്പോർട്ടുകൾ. തടവുകാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായുള്ള സേവനങ്ങൾ ചെയ്യുന്ന പ്രിസൺ ഫെലോഷിപ്പിന്റെ പ്രസിഡന്റും CEO-യുമായ ഹെദർ റൈസ് മൈനസ് ആണ് ബൈബിൾ സംബന്ധമായ TV പരമ്പര തടവുകാരിൽ സ്വാധീനം ചെലുത്തുന്നതായി വിശദീകരിച്ചത്. പ്രിസൺ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി ജയിലുകളിൽ ഈ TV പരമ്പര പ്രദർശിപ്പിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളവർക്കായി ക്രമീകരിച്ച ഫ്ലഡ് ലൈറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ദി ചോസൻ ലഭ്യമാക്കിയിട്ടുണ്ട്. 100 കണക്കിന് ജയിലുകളിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്താൻ തങ്ങൾക്ക് കഴിഞ്ഞതായും ജയിൽ പുള്ളികൾക്ക് തങ്ങളിലേക്ക് തന്നെ തിരിയാനും ജീവിതത്തിൽ പരിവർത്തനം വരുത്താനും ഷോയിലൂടെ കഴിയുന്നുണ്ടെന്നും പ്രിസൺ മിനിസ്ട്രി അംഗങ്ങൾ പറഞ്ഞു. ക്രൈസ്തവർ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളുമായി ഭരണകൂടം രംഗത്ത്. വിശുദ്ധവാരത്തിൽ നടത്തുന്ന പൊതുപ്രദക്ഷിണങ്ങൾ നടത്തുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് നിക്കരാഗൻ ഭരണകൂടം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. വളരെ കുറച്ച് ഇടവകകൾക്ക് മാത്രമാണ് ഇത്തവണ വിശുദ്ധവാരത്തിലെ പ്രദക്ഷിണങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ ദേവാലയത്തിന് ഉള്ളിൽ മാത്രം നടത്തണമെന്നും പൊതുസ്ഥലങ്ങളിലേക്ക് കുരിശിന്റെ വഴി ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടത്താൻ പാടില്ലെന്നും ഭരണകൂടം വ്യക്തമാക്കി. കത്തോലിക്ക സഭയെ രാജ്യത്തു നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒർട്ടേഗ ഭരണകൂടത്തിന്റെ അജണ്ടയുടെ ഭാഗമാണിതെന്ന് അഭിഭാഷകയും ഗവേഷകയുമായ പട്രീഷ്യ മോളിന പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.